കേരളം കാത്തിരിക്കുകയാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സത്യപ്രതിജ്ഞ കാണാൻ. എന്തായാലും വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പുതിയ ആർജവമുള്ള ഒരു ടീം തന്നെയായിരിക്കും ടീം UDFന്റെ മന്ത്രിസഭയിൽ ഉണ്ടാവുക എന്നുള്ളത്. നമുക്ക് കാത്തിരിക്കാം ആരൊക്കെയാണ് ഉണ്ടാവുക, അർഹതപ്പെട്ട എല്ലാവരും അതിൽ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ. പക്ഷേ ഈ സത്യപ്രതിജ്ഞ കാണാനായിട്ട് വലിയ ഒരു വലിയൊരു ഫാൻ ബേസ് ഉള്ള ഒരാൾ എത്തുന്നു, അല്ലെങ്കിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു നേതാവ് എത്തുന്നു, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇത് സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാർത്തകളിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവ്, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മറ്റാരുമല്ല, വിജയ് ജോസഫ്, തമിഴ്നാട് മുഖ്യമന്ത്രി എത്തുന്നു എന്നുള്ളതാണ് വാർത്ത. ഇത് എന്തായാലും കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നൊന്നും ഇത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇതിനുള്ള സാഹചര്യങ്ങളും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്കറിയാം, കോൺഗ്രസും കോൺഗ്രസിന്റെ ഒരു ബാക്ക് സപ്പോർട്ടോട് കൂടിയാണ് വിജയ് മന്ത്രിസഭ രൂപീകരിച്ചിരിക്കുന്നത്. VCKയും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും DMKയോടൊപ്പം നിന്നിരുന്ന കോൺഗ്രസ് ഒന്നും നോക്കാതെ, ഒരു നേരം ഇരുട്ടി വെളുക്കാൻ പോലും സമയം കൊടുക്കാതെ മറുകണ്ഠം ചാടി TVKയോടൊപ്പം ചേരുന്നു. അതുവരെ DMKയ്ക്കൊപ്പം നിന്നുകൊണ്ടിരുന്ന DMK എന്ന് പറയുന്നത്, അല്ലെങ്കിൽ MK സ്റ്റാലിൻ എന്ന് പറയുന്നത് ശശിയായി മാറുന്ന ഒരു സാഹചര്യം, ആരും വിചാരിക്കാത്ത ഒരു സാഹചര്യം. ഒടുവിൽ സ്റ്റാലിൻ പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. അതായത് ഇനി ഞങ്ങൾ അവർക്കൊപ്പം ഇരിക്കില്ല എന്നുള്ള, കോൺഗ്രസിനൊപ്പം ഞങ്ങൾ സഭ പങ്കിടില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരെ പറയുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് അതിനെ തുടർന്നുണ്ടായ റിപ്പോർട്ടുകൾ. എന്ത് തന്നെയായാലും കോൺഗ്രസും ഒക്കെ ചേർന്നുകൊണ്ട്, കോൺഗ്രസുമായി ബന്ധമുള്ള, കോൺഗ്രസുമായിട്ട് അലയൻസ് ഇല്ലാത്ത ആരും തന്നെ കേരളത്തിന് പുറത്തുണ്ടാകില്ല എന്നുള്ളതാണ്. BJP ഒഴിച്ച് മറ്റാർക്കും കോൺഗ്രസുമായിട്ട് അലയൻസ് ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. എന്ത് തന്നെ ആയാലും തലൈവറായിട്ടുള്ള, തമിഴ്നാടിന്റെ തലൈവറായിട്ടുള്ള വിജയ് വരുന്നു. അതിന് വലിയ സ്വീകാര്യത നൽകുന്നുണ്ട് സോഷ്യൽ മീഡിയ. കാത്തിരിക്കുകയാണ് വി ഡി സതീശന്റെ സത്യപ്രതിജ്ഞയ്ക്ക്. ഇനി ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഗംഭീര സത്യപ്രതിജ്ഞയാവും നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പാണ്. ഈ കാണാൻ എത്തുന്ന പ്രമുഖരായിട്ടുള്ള വ്യക്തികൾക്കൊപ്പമാണ് തമിഴകം പോലും ഒന്നടങ്കം എത്താൻ സാധ്യതയുള്ള തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി. ഇപ്പൊ തന്നെ മുഖ്യമന്ത്രി വിജയ് എടുത്തിരിക്കുന്ന തീരുമാനം, 717ഓളം മദ്യശാലകളാണ് അടച്ചുപൂട്ടിയിരുന്നത്. കഴിഞ്ഞ 44 വർഷമായിട്ട് അടച്ചു പൂട്ടാതിരുന്ന, പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടും അടച്ചു പൂട്ടാതിരുന്ന ഒരു മദ്യശാല പൂട്ടിച്ചു എന്നുള്ളത്, അത് പൂട്ടി, മുഖ്യമന്ത്രിയായിട്ട് വിജയ് ചുമതല എടുത്ത ഉടൻ തന്നെ അത് പൂട്ടിച്ചു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അത് വീഡിയോ ചെയ്യുന്ന ഒരു പ്രായമായ ഒരു അമ്മയെയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്രത്തോളം സ്വീകാര്യത എന്തായാലും വിജയ്ക്ക് വോട്ട് ചെയ്യാതിരുന്നിട്ടുള്ളവരിൽ നിന്ന് പോലും വിജയ്ക്ക് കിട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. വിജയുടെ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷാൽ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി എത്തുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. രാഹുൽ ഗാന്ധിയെ അദ്ദേഹം സഹോദരൻ എന്നാണ് വിശേഷിപ്പിച്ചതും. അപ്പൊ ആ സഹോദരന്റെ മുൻകൈ എടുത്തുകൊണ്ട് വരുന്ന ഒരു UDF മന്ത്രിസഭ വരുന്ന കേരളത്തിലേക്ക് വിജയ് എത്തിയാലും അതിൽ അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല. വിജയും കോൺഗ്രസും തമ്മിൽ വല്ലാത്തൊരു അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ള നെറേറ്റീവും ഒക്കെ വരുന്നുണ്ട്. അത് ഇവാഞ്ചലിസ്റ്റിക് പ്രശ്നങ്ങളുമായിട്ടൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്തായാലും വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് ചുമതല എടുക്കുമ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള ജോസഫ് വിജയ് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത് അതിലും വലിയൊരു വരവേൽപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഡി സതീശന് കിട്ടാനില്ല എന്നുള്ളത് തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ ഒരു സൈഡിൽ വിജയും മറ്റൊരു സൈഡിൽ വി ഡി സതീശനും നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ വന്നാൽ കാണാൻ അതിഗംഭീരമൊക്കെ ആയിരിക്കും. എന്തായാലും അതിനുവേണ്ടി കാത്തിരിക്കാം. ഇതിനിടയിലാണ് ഏതു രീതിയിലായിരിക്കും ഒരു സംസ്ഥാനത്തിന്റെ, നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ ഭരണം ഇനി മുന്നോട്ട് പോവുക എന്നുള്ള ആശങ്കയും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ലീഗ് ഇടപെടുന്നതിലുള്ള ആശങ്ക അറിയിച്ചുകൊണ്ട് സമുദായ നേതാക്കളൊക്കെ എത്തുന്നുണ്ട്. ഇന്നലെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയെ ചുമതല എടുക്കുന്നതിന് മുമ്പ് തന്നെ ലീഗിന്റെ മുദ്രാവാക്യം വിളി വളരെയധികം വിവാദമായ സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പലതരത്തിലുള്ള കമന്റുകളൊക്കെ വരുന്നു. ഒരു
ടീം UDF എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ജനം വിശ്വാസത്തിലെടുത്ത് അവർ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് നൽകി, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചിരിക്കുന്നു. ഇനി ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ ഏറ്റെടുക്കുന്ന VD സതീശന്റെ കയ്യിലാണ്. കാരണം യാതൊരു തരത്തിലുമുള്ള സമുദായ സ്പർദ്ധകളുമില്ലാതെ അടുത്ത 5 വർഷം കേരളത്തെ നയിക്കേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ തീരുമാനം, അദ്ദേഹം ആരോട് ചേർന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ ആരോടും ചേരാതെ കൃത്യമായ ഒരു സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുമോ, അല്ലെങ്കിൽ ആരോടെങ്കിലും അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുമോ എന്നുള്ളതൊക്കെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഈ ഉറ്റുനോക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരുപാട് വീഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. സർക്കാർ ഭരണമാണ്. നമുക്കറിയാം 10 വർഷം നീണ്ട ഭരണത്തിൽ നല്ലതും ഉണ്ടായിട്ടുണ്ട്, കെട്ടതും ഉണ്ടായിട്ടുണ്ട്. കെട്ടത് കൂടിപ്പോയത് കൊണ്ടാണ് മൂന്നാമത്തെ പ്രാവശ്യം കാരണഭൂതൻ എന്ന് സ്വയം പുകഴ്ത്തപ്പെടാൻ ആഗ്രഹിക്കപ്പെട്ട ഒരാളിൽ നിന്ന് ഭരണം എടുത്ത് കൈമാറി VD സതീശന്റെ കയ്യിലേക്ക് ജനം കൊടുത്തിട്ടുള്ളത്. മറന്നു പോകരുത് ഒരു കാര്യവും മറക്കാനുള്ളതുമല്ല. എല്ലാം നമ്മൾ പറയില്ലേ, സ്മരണകൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് പോലെ ഒരു ജനത മുഴുവനും അവരുടെ വിശ്വാസത്തെ നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് തരുമ്പോൾ, തങ്കത്താലത്തിൽ തരുമ്പോൾ, അത് VD സതീശൻ പ്രഖ്യാപിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നുള്ളത്. ആ സ്റ്റേറ്റ്മെന്റ് വനവാസത്തിന് പോകാതെ അദ്ദേഹത്തോടൊപ്പം ചേർന്നു നിന്നു. ഒടുവിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മറ്റൊരു മത്സരം വരുന്നു, ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത്. ആ മുഖ്യമന്ത്രി പദത്തിലേക്ക് ആരായിരിക്കും എന്നുള്ളത് കേരള ജനതയെ മുഴുവൻ ആശങ്കയിലാഴ്ത്തി അവരെ ഒരു 10 ദിവസം നിർത്തിയ ഒരു ചരിത്രം കൂടി കോൺഗ്രസിൻ്റെതായിട്ട് വരികയാണ്. അത് കോൺഗ്രസിനുള്ളിലെ ജനാധിപത്യ സംവിധാനമാണ് എന്നൊക്കെ പറയുമ്പോഴും തങ്ങൾക്ക് ഇത്രയും വലിയൊരു വിജയം ഉണ്ടാകുമെന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള കോൺഗ്രസ് അല്ലെങ്കിൽ ടീം UDF എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് ഇത്രയും ആശയക്കുഴപ്പം ഉണ്ടാകാൻ ഒരിക്കലും പാടില്ല. ആ പാടില്ല എന്ന് പറയുമ്പോൾ അതിനെ ഒരു രാഷ്ട്രീയ വിമർശനമായിട്ട് മാത്രം കാണുക. അതല്ലാതെ ഒരു ടീം UDF ഒന്നടങ്കം ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോയി, ആ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചു. അതിന് ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനം വരുമെന്ന് പറഞ്ഞു. ഹൈക്കമാൻഡ് പോലും പലപ്പോഴും എന്താ പറയുക, ഉത്തരം മുട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഇതിന് ഏറ്റവും ഒടുവിലാണ് വളരെ ഒരു സസ്പെൻസ് ത്രില്ലർ പോലെ VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കുന്ന തീരുമാനം എത്തുന്നത്. ഇത് കാലേ കൂട്ടി എടുക്കാമായിരുന്നതാണ്. ജനങ്ങളിൽ നിന്ന് ഇത്രത്തോളം ഒരു വിയോജിപ്പ് ഏറ്റുവാങ്ങേണ്ട ഒരു സാധ്യത പോലും സത്യത്തിൽ UDFന് ഉണ്ടായിരുന്നില്ല. കാരണം ഘടകകക്ഷികൾക്കായാലും എല്ലാവരും വളരെ നല്ല ഫോമിലായിരുന്നു. അതുകൊണ്ട് തന്നെ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് മുഖ്യമന്ത്രി, അതിൽ മറ്റൊരു തീരുമാനം ഹൈക്കമാൻഡിനുണ്ടെങ്കിൽ അത് ഇതിനു മുമ്പേ പരിഹരിക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു ചിന്ത, ഒരു വിലയിരുത്തൽ ജനങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മുന്നോട്ടുള്ള ഭരണം നല്ല രീതിയിലാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിനും നല്ലത്, ഭരിക്കുന്ന പാർട്ടിക്കും നല്ലത്. അല്ലെങ്കിൽ അടുത്ത 5 വർഷം അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും ഒരു ഭരണം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും വേണ്ട. കാരണം വീണ്ടും ഒരു ഭരണം കൊടുത്ത് ഏറ്റവും വലിയൊരു ദുരന്തം ഏറ്റുവാങ്ങിയ ജനതയാണ് കേരള ജനത. അത് ഇനിയും ആവർത്തിക്കാൻ അവർ താല്പര്യപ്പെടുന്നുണ്ടാകില്ല. എന്തായാലും സത്യപ്രതിജ്ഞയ്ക്ക് വിജയ് വരുന്നുണ്ടെങ്കിൽ അതൊരു ഗംഭീര സത്യപ്രതിജ്ഞയായി തന്നെ മാറും. വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.